ഹായ് ഡിയേഴ്സ്. ഇപ്പം ഇന്ന് പുതിയൊരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ശക്തിയെയും ബുദ്ധിയെയും കുറിച്ചാണ്. ഒരാൾക്ക് ശക്തി ഉണ്ടെങ്കിൽ എല്ലാം നേടാൻ പറ്റും എന്നില്ല. രണ്ടും കണക്റ്റഡാണ്, ശക്തിയും ബുദ്ധിയും. ഒരാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ശക്തി ഇല്ലെങ്കിൽ അവിടെ അത് പ്രയോജനപ്പെടില്ല. അതുപോലെ പക്ഷേ ഏറ്റത്തൂക്കത്തിൽ കൂടുതൽ നിൽക്കുന്നത് ബുദ്ധിയാണ്. ഒരു ആൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശക്തി നമ്മുടെ കായിക ബലത്തെയാണ് കാണിക്കുന്നത്, പക്ഷെ ബുദ്ധി നമ്മുടെ ഒരു ദിശയാണ്. ബുദ്ധി കാണിക്കുന്ന വഴിയിൽ കൂടെയാണ് നമ്മൾ കൂടുതലും സഞ്ചരിക്കേണ്ടത് ശക്തിയേക്കാൾ. എത്ര ശക്തിമാനാണെങ്കിലും കൃത്യസമയത്ത് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ശക്തി വ്യർത്ഥമാണ്. പക്ഷെ ഒരു ബുദ്ധിയുള്ള ആൾ ഏത് സാഹചര്യത്തിലും ആ ബുദ്ധി ഉപയോഗിച്ച് ആ പ്രതിസന്ധികളെ തരണം ചെയ്യും. ഇതിനാസ്പദമാക്കിയിട്ടൊരു കഥ ഞാൻ പറയാം. പണ്ടുള്ള കഥകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ കഥകളെ കുട്ടികളിലേക്കൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കഥകളാണ്. കുട്ടികൾക്കൊക്കെ കേട്ട രസമായിരിക്കും ഈ കഥകൾ. ആ കഥകൾ കേട്ട് രസിക്കുക. ഇപ്പോൾ പുതിയ ട്രെൻഡൊക്കെയാണ്. ഇപ്പോൾ കുട്ടികൾ സൂപ്പർമാൻ, സ്പൈഡർമാൻ അങ്ങനെയുള്ള ലോക പോലുള്ള ആ കഥാപാത്രങ്ങളെയൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നതെങ്കിലും ചില സമയത്ത് ഈ കഥകൾ അവരുടെ സൂപ്പർ ഹീറോസിനെ കണ്ടോട്ടെ. അപ്പം നമ്മൾ പറയുന്നത് ചിലപ്പോൾ അക്ബർ, ബീർബല്ലോ ആ പഴയ ചരിത്ര കഥകളായിരിക്കും. പക്ഷെ അത് അവർ കണക്ട് ചെയ്യും, അവരുടെ മനസ്സിൽ കണക്ട് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തെനാലി രാമൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു കഥയാണ്. വിജയനഗർ സാമ്രാജ്യം ഭരിച്ച കൃഷ്ണദേവരായർ രാജാവിൻ്റെ മന്ത്രിയായിരുന്ന തെനാലി രാമൻ ഒരു കഥയായിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. ഓക്കെ. തെനാലി രാമനും സ്വർണ്ണ മാമ്പഴവും. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ശ്രീ കൃഷ്ണദേവരായർക്ക് തെനാലി രാമനോട് വലിയ ഇഷ്ടമായിരുന്നു. രാമൻ്റെ ബുദ്ധിശക്തിയും ഏതു പ്രശ്നങ്ങളെയും തമാശ രൂപേണ പരിഹരിക്കാനുള്ള കഴിവും രാജാവിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ കൊട്ടാരത്തിലെ മറ്റു പണ്ഡിതന്മാരായ അഷ്ടദിഗജങ്ങൾ, രാജാവിൻ്റെ 8 മഹാപണ്ഡിതന്മാർ രാമനെ അസൂയയോടെയാണ് കണ്ടിരുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും രാമനെ നാണം കെടുത്താനോ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനോ സാധിക്കണം എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ തന്ത്രം ഒരു ദിവസം അഷ്ടദിഗജങ്ങളിൽ പ്രമുഖനായ തഥാചാര്യരും കൂട്ടരും ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തു. അവർ രാജാവിൻ്റെ അടുത്തെത്തി വളരെ വിനയത്തോടെ സംസാരിച്ചു. മഹാരാജൻ, തഥാചാര്യർ പറഞ്ഞു, രാജഭണ്ഡാരത്തിലെ കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ചില പിഴവുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിബുദ്ധിമാനായ ഒരാൾക്ക് മാത്രമേ ഈ കണക്കുകൾ കൃത്യമായി പരിശോധിച്ച് തെറ്റുകൾ കണ്ടെത്താൻ സാധിക്കൂ. രാജാവ് ആലോചിച്ചു. സാധാരണയായി കണക്കുകൾ നോക്കുന്നത് പ്രധാനമന്ത്രിയാണ്. എന്നാൽ ഈ പണ്ഡിതന്മാരുടെ സംസാരത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിബുദ്ധിമാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? രാജാവ് ചോദിച്ചു. മഹാരാജൻ, ഞങ്ങൾ ആരെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ നമ്മുടെ വികടകവി തെനാലി രാമനെ 1 മാസം ഈ കണക്കുകൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. മറ്റൊരു പണ്ഡിതൻ പരിഹാസത്തോടെ പറഞ്ഞു. കണക്കുകൾ സൂക്ഷിക്കുന്നതിലും ഭരണകാര്യങ്ങളിലും രാമന് വലിയ അറിവില്ലെന്ന് രാജാവിനും അറിയാമായിരുന്നു. രാമനെ നാണം കെടുത്താനുള്ള പണ്ഡിതന്മാരുടെ തന്ത്രമാണിതെന്ന് രാജാവ് മനസ്സിലാക്കി. എന്നാൽ രാമൻ്റെ ബുദ്ധിയിൽ വിശ്വാസമുണ്ടായിരുന്ന രാജാവ് അവരുടെ ആവശ്യം അംഗീകരിച്ചു. ശരി, രാജാവ് പറഞ്ഞു. ഇന്നു മുതൽ 1 മാസത്തേക്ക് രാമൻ കണക്കുകൾ പരിശോധിക്കട്ടെ. ഓരോ ദിവസവും കണക്കിലെ പിഴവുകൾ കണ്ടുപിടിച്ച് അയാൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. രാമൻ ആ ഉത്തരവ് സന്തോഷത്തോടെ സ്വീകരിച്ചു. കൊട്ടാരത്തിലെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന കണക്കെഴുത്തുകാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി. രാമൻ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ
തങ്ങളുടെ കളവുകൾ പുറത്താകുമെന്ന് അവർ ഭയന്നു. രാമൻ ഒരു മുറിയിൽ ഇരുന്ന് ദിവസങ്ങളോളം കണക്കുകൾ നോക്കി. യഥാർത്ഥത്തിൽ രാമന് ഈ കണക്കുകളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് മനഃപൂർവ്വം വളരെയധികം കുഴപ്പിക്കുന്ന രീതിയിൽ എഴുതിയതായിരുന്നു. എങ്കിലും രാമൻ നിരാശപ്പെട്ടില്ല. 1 മാസം പൂർത്തിയായപ്പോൾ രാജാവ് രാമനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. പണ്ഡിതന്മാരെല്ലാം ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. രാമൻ പരാജയപ്പെടുന്നത് കാണാനായി. രാമ, നീ കണക്കുകൾ പരിശോധിച്ചോ? എന്തു പിഴവുകളാണ് നീ കണ്ടുപിടിച്ചത്? രാജാവ് ചോദിച്ചു. രാമൻ തല കുനിച്ചു നിറഞ്ഞ ചിരിയോടെ മുന്നോട്ട് വന്നു. മഹാരാജൻ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. കണക്കുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ഒരു പിഴവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് കേട്ട് പണ്ഡിതന്മാർ സന്തോഷിച്ചു. അവർ രാമനെ നോക്കി പരിഹസിച്ചു ചിരിക്കാൻ തുടങ്ങി. കണ്ടോ മഹാരാജൻ, തഥാചാര്യർ പറഞ്ഞു, അവൻ അക്ഷരം പോലും വായിച്ചാൽ മനസ്സിലാകില്ല. വെറുതെ നമ്മുടെ സമയം കളഞ്ഞു. എന്നാൽ രാമൻ തൻ്റെ ചിരി മായാതെ തുടർന്നു. എങ്കിലും മഹാരാജൻ, ഈ കണക്കുകൾ എഴുതിയ ആളുകൾക്ക് ഒരു വലിയ പിഴവ് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചു. എന്താണത്? രാജാവ് ആകാംക്ഷയോടെ ചോദിച്ചു. കണക്കുകൾ സൂക്ഷിച്ചിരുന്ന ഈ വലിയ പുസ്തകങ്ങളിൽ എവിടെയും സ്വർണം മാമ്പഴത്തിൻ്റെ കണക്കുകൾ എഴുതിയിട്ടില്ല, രാമൻ പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും അമ്പരന്നു. സ്വർണം മാമ്പഴമോ? രാജാവ് ചോദിച്ചു. എന്താണ് നീ പറയുന്നത് രാമ? നമ്മുടെ രാജ്യത്ത് സ്വർണം മാമ്പഴം വിളയുന്ന ഒരൊറ്റ മരവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ക് എങ്ങനെ ഉണ്ടാവും? രാമൻ്റെ മുഖത്ത് ചിരി കൂടുതൽ തിളങ്ങി. അവൻ ശാന്തമായി മറുപടി പറഞ്ഞു. അതാണ് മഹാരാജൻ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ പിഴവ്. നമ്മുടെ രാജഭണ്ഡാരത്തിൽ നിന്ന് പണം എടുക്കുന്ന ഓരോ ദിവസവും അത് സ്വർണം മാമ്പഴം വാങ്ങാനെടുത്തു, സ്വർണം മാമ്പഴം വിറ്റതിലൂടെ കിട്ടി എന്നെഴുതിയാൽ ആർക്കും ആ കണക്കുകൾ മനസ്സിലാകാതെയാകും. ആരും ചോദ്യം ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ രാജാവ് അറിയാത്ത ഒരു കാര്യം ആ കണക്കിൽ എഴുതാൻ പാടില്ല. ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ചെലവാക്കിയ ഓരോ പൈസയും എഴുതിയിരിക്കുന്നത് പല രഹസ്യ കോഡുകളിലായാണ്. അത് കൃത്യമായ കണക്കല്ല. ഈ കണക്കുകൾക്ക് പിന്നിൽ കളവ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയൊരു പണ്ഡിതനാകേണ്ട ആവശ്യമില്ല മഹാരാജൻ. ഞാൻ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെയാണ് ഈ കണക്കുകൾ നോക്കിയത്. ഈ കണക്കുകളിൽ രഹസ്യ കോഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവാതിരിക്കാനും തട്ടിപ്പുകൾ മറച്ചു വയ്ക്കാനും വേണ്ടിയാണ്. രാമൻ്റെ വാക്കുകൾ രാജാവിൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. താൻ അറിയാതെ കൊട്ടാരത്തിൽ കണക്കുകളിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് രാജാവിന് മനസ്സിലായി. ഉടൻ തന്നെ രാജാവ് കണക്കെഴുത്തുകാരെ വിളിച്ചു വരുത്തി. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പണ്ഡിതന്മാരുടെ ഒത്താശയോടെ അവർ കണക്കുകളിൽ തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്ന് തെളിഞ്ഞു. പണ്ഡിതന്മാരുടെ മുഖം നാണക്കേട് കൊണ്ട് കുനിഞ്ഞു. അവർ രാമനെ നാണം കെടുത്താൻ ശ്രമിച്ചു. എന്നാൽ രാമൻ്റെ ബുദ്ധി കാരണം അവർക്കാണ് നാണക്കേട് സംഭവിച്ചത്. സത്യം മനസ്സിലാക്കിയ രാജാവ് തെനാലി രാമനെ അഭിനന്ദിച്ചു. രാമ, നിൻ്റെ ബുദ്ധിക്ക് തുല്യമായി മറ്റൊന്നില്ല. നീ എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. ഈ കണക്കുകളിലെ തട്ടിപ്പ് എത്ര കാലമായി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? രാജാവ് ചോദിച്ചു. മഹാരാജൻ, രാമൻ വിനയത്തോടെ പറഞ്ഞു, എനിക്കൊരു പ്രത്യേക സമ്മാനം നൽകണം. കൊട്ടാരത്തിലെ പണ്ഡിതന്മാരിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് തീരുമാനിക്കാൻ ഒരു മത്സരം നടത്തണം. വിജയ്ക്ക് രാജാവിൻ്റെ പക്കലുള്ള അപൂർവമായ രത്നം സമ്മാനമായി നൽകണം. രാജാവ് സമ്മതിച്ചു. മത്സരം ആരംഭിച്ചു. മത്സരം മറ്റൊന്നുമല്ല, രാജാവിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എല്ലാ പണ്ഡിതന്മാരും ഉത്തരം നൽകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അവസാനം രാമൻ്റെ ഊഴം വന്നു. രാമ, രാജാവ് ചോദിച്ചു, നമ്മുടെ രാജ്യത്തെ ഏറ്റവും എളുപ്പം കിട്ടുന്ന വസ്തു എന്താണ്? പണ്ഡിതന്മാർ പരസ്പരം നോക്കി ചിന്തിച്ചു. സ്വർണമോ, പണമോ, ധാന്യങ്ങളോ? അവർക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാമൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാരാജൻ, ഏറ്റവും എളുപ്പം കിട്ടുന്ന വസ്തു ഉപദേശമാണ്. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അവനോട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറയാൻ
നൂറുകണക്കിന് ആളുകൾ തയ്യാറായി വരും. പക്ഷെ അവർക്കൊന്നും അവനെ സഹായിക്കാൻ മനസ്സുണ്ടായിരിക്കുകയില്ല. ഒരു വിലയുമില്ലാത്ത ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഉപദേശം. രാമൻ്റെ മറുപടി കേട്ട് രാജാവ് ചിരിച്ചുപോയി. നിന്റെ ബുദ്ധിക്ക് മുന്നിൽ ആർക്കും എത്താൻ കഴിയില്ല രാമ. സത്യത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും എളുപ്പം കിട്ടുന്നതും ഒരുപാട് ആളുകൾ വെറുതെ കൊടുക്കുന്നതും ഉപദേശമാണ്. സമ്മാനമായി നൽകേണ്ട രത്നം രാജാവ് രാമന് നൽകി. രാമൻ അത് വിനയത്തോടെ സ്വീകരിച്ചു. തൻ്റെ ബുദ്ധി കൊണ്ട് വീണ്ടും കൊട്ടാരത്തിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. ഇതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഗുണപാഠം, ബുദ്ധിക്ക് ശക്തിയേക്കാൾ സ്ഥാനമുണ്ട്. ഒരാളുടെ അറിവും ഏത് സാഹചര്യത്തിലും മനസാന്നിധ്യം നിലനിർത്താനുള്ള കഴിവും അവനെ ജീവിതത്തിൽ വിജയിപ്പിക്കും. മറ്റൊരാളുടെ കഴിവുകളിൽ അസൂയപ്പെടുന്നതിന് പകരം സ്വന്തം കഴിവുകൾ വളർത്താനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ കഥകളുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.